മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. 2024 ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അതാത് മാസം പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നും നടപടിക്രമങ്ങൾ സ്വീകരിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അത് അറിയിച്ചു. അതോടൊപ്പം തന്നെ ജനുവരി മാസം മുതലുള്ള 5 മാസ ക്ഷേമ പെൻഷൻ കുടിശ്ശിക 2 ഘട്ടങ്ങളായി വിതരണം ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാമ്പത്തിക വർഷം 2 ഗഡുവും ബാക്കിയുള്ള 3 ഗഡു അടുത്ത സാമ്പത്തിക വർഷത്തിനും വിതരണം ചെയ്യുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 300 അനുസരിച്ചായിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ ഓരോ സാമ്പത്തിക വർഷവും 2 ഗഡു വീതം വിതരണം ചെയ്തുകൊണ്ട് കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2021 മുതൽ കേരള സർക്കാർ വിവേചനം നേരിടുകയാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാലാണ് വിവിധ പദ്ധതികൾ കുടിശ്ശികയായിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ തുക കൂട്ടുവാനുള്ള പദ്ധതി സർക്കാരിനുണ്ട്. ഇതിനായി ചിലവുകൾ ചുരുക്കുന്നതിനു വേണ്ടിയുള്ള നിയമങ്ങൾ അതിശക്തമായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവിധ വകുപ്പുകളിൽ ഈ മാസം 31-നകം തന്നെ ഉത്തരവുകൾ ഇറക്കുന്നതായിരിക്കും. അടുത്ത പണം ഞെരുക്കത്തിനിടയിലും സർക്കാർ വിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒന്നും കൂടി അത് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.